വെൽക്കം ബാക്ക്. ന്യൂസ് ലൈനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പമ്പാ നദി കരകവിഞ്ഞതോടെ പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയും റാന്നിയും മുങ്ങി. ഇന്നലെ രാത്രി പെയ്ത മഴയിൽ റാന്നി നഗരം അക്ഷരാർത്ഥത്തിൽ മുങ്ങിപ്പോയി. ഉച്ചയോടെ റാന്നിയിൽ നിന്ന് വെള്ളമിറങ്ങിയെങ്കിലും ആറന്മുളയിൽ സ്ഥിതി സങ്കീർണമായി. വീടുകളിലേക്കും വ്യാപാര സ്ഥാപനങ്ങളിലേക്കും വെള്ളം ഇരച്ചെത്തി. റാഹിസ് റഷീദുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റാഹിസ് റഷീദ്, അപ്രതീക്ഷിതമായിരുന്നു ആറന്മുളയിലും റാന്നിയിലും വടശ്ശേരിക്കര ഭാഗങ്ങളിലുമെല്ലാം വളരെ പെട്ടെന്ന് വെള്ളം കയറിയത്. അത് കണ്ടുകൊണ്ട് നിൽക്കെ വെള്ളം ഉയർന്നു വരുന്നത് കണ്ടു. അതിനുശേഷം വീടുകളിലേക്കും വ്യാപാര സ്ഥാപനങ്ങളിലേക്കും വെള്ളം ഇരച്ചെത്തുന്നതും കണ്ടു. എന്താണ് പത്തനംതിട്ടയിൽ നമ്മൾ കണ്ടത്? അരുൺകുമാർ, ആറന്മുള ക്ഷേത്രത്തിൻ്റെ 4 പാടും വെള്ളത്താൽ ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. ഒരു ദ്വീപിന് സമാനമായ ഒരു അവസ്ഥയാണ് ഉള്ളത്. ഇപ്പോൾ കുറച്ച് സമയമായി ഇവിടെ നിന്ന് വെള്ളം കുറച്ച് ഇറങ്ങുന്നുണ്ട് എന്ന് മാത്രമല്ല, കലക്ക വെള്ളം മാറി കുറച്ചുകൂടി റോഡ് കാണാവുന്ന തരത്തിലേക്ക് വെള്ളത്തിൻ്റെ സ്വഭാവം മാറിയിട്ടുണ്ട്. അത് കാര്യങ്ങൾ പോസിറ്റീവാണ്. കാരണം ഇതിൻ്റെ കിഴക്ക് ഭാഗത്ത്, അതായത് പമ്പ ശബരിമല ഭാഗത്ത് മഴ പെയ്യുമ്പോഴാണ് പമ്പയാറിൽ വെള്ളം കവിഞ്ഞ് നമ്മൾ ഈ നിൽക്കുന്ന ഭാഗത്തേക്കൊക്കെ വെള്ളം വരിക. ഇപ്പോൾ വെള്ളം തെളിയുന്നു എന്നതിന് അർത്ഥമായി നാട്ടുകാരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത് കിഴക്ക് മലയിൽ മഴ പെയ്യുന്നില്ല എന്നതാണ്. അങ്ങനെ മഴ പെയ്യാതിരുന്നാൽ നാളെ ഏതാണ്ട് ഒരു 10-11 മണിയോട് കൂടി വെള്ളം ഇറങ്ങി സാധാരണഗതിയിൽ ഈ റോഡ് വരും എന്നാണ് ഈ പ്രദേശത്തുള്ള നാട്ടുകാരോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയത്. പക്ഷേ മഴ പെയ്യുകയാണെങ്കിൽ, ഇനി ഇവിടെ മഴ പെയ്യുന്നതല്ല വെള്ളം കയറുന്നതിന് കാരണം ഇവിടെ ഇപ്പം മഴ ചെറുതായി ചാറ്റൽ മഴ പെയ്യുന്നുണ്ട്, അത് വലിയ പ്രശ്നമില്ല. ഇനി ഇവിടെ ശക്തമായ മഴ പെയ്താലും മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെ മഴ പെയ്യാതിരിക്കുകയും പമ്പ ഭാഗത്ത് മഴ പെയ്യുകയും ചെയ്താൽ വീണ്ടും വെള്ളം കൂടുന്ന ഒരവസ്ഥയുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി ആറന്മുളയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ റാന്നിയെയും മറ്റും സംബന്ധിച്ച് നിർണായകമായ ഒരു സമയമാണ്. അതാണ് അബിൻ വർക്കി പറയുകയും ചെയ്തത്. ഇതിന് ഏതാണ്ട് ഒരു 1/2 കിലോമീറ്റർ മാത്രമാണ് ഈ പള്ളിയോട സദ്യയൊക്കെ നടക്കുന്ന പാർത്ഥസാരഥി ക്ഷേത്രമുള്ളത്. പോലീസ് സ്റ്റേഷനൊക്കെ തൊട്ടപ്പുറത്താണുള്ളത്. ഇതിനകത്തുള്ള മുഴുവൻ വീടുകളും വെള്ളത്തിലാണ്. നമ്മളിപ്പോൾ വന്നത് കോഴഞ്ചേരിയിൽ നിന്നാണ്. കോഴഞ്ചേരിയിൽ ചുറ്റിപ്പെട്ട് കിടക്കുന്ന ഭാഗത്തും വെള്ളമാണ്. ഇവിടെ ഇപ്പോൾ ചെറിയൊരു ജീപ്പൊക്കെ പോകുന്നത് നമുക്ക് കാണാം. ഇതിന് തൊട്ടപ്പുറത്തുള്ള സ്ഥലം വരെ വണ്ടികൾ പോകും. അതും റിസ്ക്കാണ്. എല്ലാ വണ്ടികളുമല്ല, അതൊരു ജീപ്പാണ്. ജീപ്പിന് പോകാം, പിക്കപ്പിന് പോകാൻ പറ്റും. പക്ഷേ നമ്മുടേതടക്കമുള്ള കാറുകൾ അങ്ങോട്ട് പോകുന്നത് റിസ്ക്കാണ് എന്ന് നാട്ടുകാർ പറയുകയും ചെയ്തു. അതായത് ചുരുക്കി പറഞ്ഞാൽ ഇന്ന് രാത്രി നിർണായകമാണ്. രാത്രി മലയിൽ വെള്ളം വന്നാൽ, അതായത് അവിടെ മഴ പെയ്താൽ കാര്യങ്ങൾ കൂടുതൽ ദുഷ്കരമാകുന്ന അവസ്ഥയിലേക്ക് നാളെ പോകും. അതല്ലെങ്കിൽ പോലും നാളെ രാവിലെ ഈ കാണുന്ന വെള്ളമൊന്നും ഇറങ്ങാൻ സാധ്യതയില്ല. ഉച്ചയോടടുപ്പിച്ച് ഇറങ്ങും എന്നാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ.